Hi everyone, welcome to my classroom. Now we are going to discuss the topic organization's career planning process. Previous class we have already discussed the topic individual's career planning process. Now, what are the steps included in career planning process, that is organization's career planning process? First step, assessment of employees. Second one, analyzing the career options. Third one, feedback meeting with employees. Fourth one, formulating and implementing strategies. And last one, measuring and monitoring the progress and success. First step, assessment of employees. The step in career planning of organization to make an assessment of employees' needs and aspirations. It is necessary to learn about interest, values, aptitude, abilities and personality of employees before making career planning. Okay. അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഓർഗനൈസേഷൻ്റെ കരിയർ പ്ലാനിങ് പ്രോസസ്സിലെ ഫസ്റ്റ് സ്റ്റെപ്പാണ്. അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസ് പറയുമ്പോൾ എംപ്ലോയീസിൻ്റെ നീഡ്സ്, അവരുടെ ഇൻട്രസ്റ്റ്, വാല്യൂസ്, ആപ്റ്റിറ്റ്യൂഡ്, അവരുടെ എബിലിറ്റീസ്, പേഴ്സണാലിറ്റി, ഇതൊക്കെ അറിയാൻ വേണ്ടി, ഇതൊക്കെ അറിയുന്ന എന്തിനു വേണ്ടി? കരിയർ പ്ലാനിങ്ങിന് മുന്നേ ഓരോ എംപ്ലോയീസിൻ്റെ വാല്യൂസും ആപ്റ്റിറ്റ്യൂഡും ഇൻട്രസ്റ്റും പേഴ്സണാലിറ്റിയും അതിനെക്കുറിച്ചെല്ലാം ഓർഗനൈസേഷൻ പഠിച്ചിരിക്കണം. ഓക്കെ, അതായത് ഒരു കരിയർ പ്ലാനിങ്ങിൻ്റെ സക്സസ് എന്ന് പറയുന്നത് എത്രത്തോളം അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നു അതിനനുസരിച്ചിട്ടായിരിക്കും. ഒരു ഓർഗനൈസേഷൻ എംപ്ലോയീസിന് ഇൻവെൻറ്ററിങ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് എംപ്ലോയീസ്, എത്ര നമ്പർ ഓഫ് എംപ്ലോയീസ് ഉണ്ട് ഓർഗനൈസേഷനിൽ, ഓരോ എംപ്ലോയീസിൻ്റെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അവർ എൻഗേജ് ചെയ്തിട്ടുള്ള ജോബ് ഏതൊക്കെയാണ്, അവരുടെ പ്രൊമോഷനുള്ള ചാൻസസ് എത്രത്തോളം ഉണ്ട്, അവരുടെ എബിലിറ്റീസ്, സ്കില്ല് ഏതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അതിനെക്കുറിച്ചൊക്കെ തറോ ആയിട്ട് സ്റ്റഡി ചെയ്യണം. അതിന് ശേഷം മാത്രമാണ് പ്രോപ്പറായിട്ട് കരിയർ പ്ലാനിങ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഒരു എഫക്റ്റീവായിട്ടുള്ള ഒരു ഇൻവെൻറ്ററിങ് ഓഫ് എംപ്ലോയി ചെയ്യുമ്പോൾ അതൊരു അത്ര ഈസി ആയിട്ടുള്ള ടാസ്ക് അല്ല. കാരണം വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു ടാസ്ക്കാണ്. നമ്പർ ഓഫ് എംപ്ലോയീസ് എടുത്താൽ പോരാ, എംപ്ലോയീസിൻ്റെ എൻ്റയർ ആക്ടിവിറ്റീസിനെ കുറിച്ച് അനലൈസ് ചെയ്യണം. അതായത് റൈറ്റ് ജോബിലേക്ക് റൈറ്റ് എംപ്ലോയീസിന് സെലക്ട് ചെയ്യാനും ഐഡൻറ്റിഫൈ ചെയ്യാന്നുള്ളത് വളരെ കോംപ്ലക്സ് ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. ഓരോ എംപ്ലോയീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയുക, അവരെയൊക്കെ എന്തെല്ലാം കഴിവുകളുണ്ട്, അവർക്ക് എന്തെല്ലാം ചെയ്യാനായിട്ട് സാധിക്കും, കരിയർ സക്സസ്സിലേക്ക് അവരെ കൊണ്ടുവരാൻ സാധിക്കും എങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ അവിടെ ഐഡൻറ്റിഫൈ ചെയ്യേണ്ടി വരിക, അവരുടെ വാല്യൂസ്, പേഴ്സണാലിറ്റി, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്ത് ഐഡൻറ്റിഫൈ ചെയ്യണം എന്നുള്ളതാണ് അസസ്മെൻറ്റ് ഓഫ് എംപ്ലോയീസിൽ പറയുന്നത്. നെക്സ്റ്റ്, അനലൈസിങ് ദി കരിയർ ഓപ്ഷൻസ്. കരിയർ ഓപ്ഷൻസ് അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. This allows investigating the career opportunities in a greater depth. It is essential now to narrow a general occupational direction into a specific one through an informed decision-making process. This can be done by identifying potential career, gather information about those careers and match the career information with the results from assessment already made. അതായത് ഇവിടെ കരിയർ ഡിമാൻഡ് അനലൈസ് ചെയ്യുന്നത്, അതായത് ഈ നോളജ് ബേസിൽ, സ്കിൽ ബേസിൽ, ആപ്റ്റിറ്റ്യൂഡ്, എക്സ്പീരിയൻസ് ബേസിലൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അനലൈസ് ചെയ്യണം കരിയർ ഓപ്ഷൻസ് സെലക്ട് ചെയ്യാൻ. അതായത് നമ്മുടെ എംപ്ലോയീസിൻ്റെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി കഴിഞ്ഞാൽ അവരുടെ പൊട്ടൻഷ്യൽ കരിയർ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെക്കുറിച്ചുള്ള ഇൻഫർമേഷൻസൊക്കെ എന്ത് ചെയ്യണം, ഗ്യാദർ ചെയ്യണം, അതായത് കളക്ട് ചെയ്യണം. ദെൻ കരിയർ ഇൻഫർമേഷൻ കളക്ട് ചെയ്ത് അതും എന്താ പറയുക, ഓൾറെഡി നമ്മൾ അസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എംപ്ലോയീസിൻ്റെ ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ അവരുടെ ഇൻട്രസ്റ്റ്, അവരുടെ പേഴ്സണാലിറ്റി, ഇതെല്ലാം നമ്മൾ ഓൾറെഡി അവിടെ അസസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ അസസ് ചെയ്ത് വെച്ചതും നമ്മൾ ഗ്യാദർ ചെയ്ത ഇൻഫർമേഷൻസും തമ്മിൽ മാച്ച് ചെയ്ത് നോക്കണം. ഓക്കെ, അതാണ് അനലൈസ് ചെയ്യുമ്പോൾ മേജറായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്, ഒരു ഓർഗനൈസേഷന് ചെയ്യാനുള്ളത്. എന്താണ് ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്ത അസസ്മെൻറ്റ്, ഓൾറെഡി ചെയ്തിട്ടുള്ള അസസ്മെൻറ്റും കളക്ട് ചെയ്തിട്ടുള്ള കരിയർ ഇൻഫർമേഷനും തമ്മിൽ മാച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെ മാച്ച് ചെയ്യുമ്പോഴാണ് കരിയർ ഡിമാൻഡ് നമുക്ക് അനലൈസ് ചെയ്ത് എടുക്കാൻ, അതായത് നോളജ് ബേസിൽ, സ്കിൽ ബേസിലൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, അതൊക്കെ അനലൈസ് ചെയ്തെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അത് ഫ്രഷ് ആൻഡ് എംപ്ലോയീസിനും അതുപോലെ എക്സിസ്റ്റിംഗ് ന്യൂ എംപ്ലോയീസിന് കൺസിഡർ ചെയ്യണം, അതുപോലെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് കൺസിഡർ ചെയ്യണം. രണ്ട് ഗ്രൂപ്പിനും പറ്റിയ രീതിയിലുള്ള കരിയർ പ്ലാൻ ചെയ്യാനായിട്ട് ഓർഗനൈസേഷന് സാധിക്കണം. ഓക്കെ,
അതായത് ഓൾഡ് എംപ്ലോയീസ് എന്ന് പറയുമ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഓർഗനൈസേഷനകത്തുണ്ടായിരിക്കും. അവർ ഒരുപാട് എക്സ്പീരിയൻസിലൂടെ അവർ ഒരുപാട് കാര്യങ്ങൾ ലേൺ ചെയ്തിട്ടുണ്ടായിരിക്കും, ഒരുപാട് സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കും. അതുകൊണ്ട് ന്യൂ എംപ്ലോയീസ് നല്ല അംബീഷ്യസ് ആണ്. അവർക്കും എന്ത് ചെയ്യണം, പുതിയ പുതിയ കാര്യങ്ങൾ അറിഞ്ഞിട്ട് പഠിച്ചു വരുന്നവരായിരിക്കാം. പക്ഷേ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിന് ഓർഗനൈസേഷനിലുള്ള അത്ര പരിചയമോ അത് ജോബ് ചെയ്യുന്നതിലുള്ള എക്സ്പീരിയൻസോ ന്യൂ എംപ്ലോയീസിന് ഉണ്ടായിരിക്കില്ല. ഓക്കെ, അപ്പോൾ ഹയർ പോസ്റ്റിലേക്ക് ഓർഗനൈസേഷൻ പരിഗണിക്കുമ്പോൾ ന്യൂ എംപ്ലോയീസിനും അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് എംപ്ലോയീസിനും ഒരുപോലെ പരിഗണിക്കണം. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ കമ്പനി ഒരു ഓർഗനൈസേഷൻ കരിയർ ഓപ്ഷൻസ് അനലൈസ് ചെയ്യുമ്പോൾ ഈ കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ്റെ ഒരു പ്രോസ്പെരിറ്റി, ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻ്റ് ആണ് അല്ലേ. അപ്പോൾ അതിനു വേണ്ടി അവിടെയുള്ള എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ഫ്യൂച്ചർ ഓപ്പർച്യൂണിറ്റിയിലേക്ക് അവിടെയുള്ള എല്ലാ എംപ്ലോയീസിനും, എക്സിസ്റ്റിംഗ് എംപ്ലോയീസ് ആയാലും ശരി ന്യൂ എംപ്ലോയീസ് ആയാലും ശരി, എല്ലാവരും ഒരുപോലെ പരിഗണിച്ചുകൊണ്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടി എന്ത് ചെയ്യണം, കരിയർ പ്ലാൻ ചെയ്യണം. ദെൻ ഫീഡ്ബാക്ക് മീറ്റിംഗ് വിത്ത് എംപ്ലോയീസ്. This is a vital step in the process. That is, employee development only begins once a staff member has accepted their assessed developmental needs and is committed to improvement. The aspiration of employees and objectives of career planning of the organization should go hand in hand. This means that there should not be a conflict between interest of individual workers and with that of organization's goals. Okay, therefore it required to determine the organization goals at first hand and by to place the employees in the pocket suitable to them in terms of their knowledge, skill, aptitude and experience. ഇവിടെ ഒരു ഫീഡ്ബാക്ക് മീറ്റിംഗ് വിത്ത് എംപ്ലോയീസ് എന്ന് വെച്ചാൽ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സ്റ്റെപ്പാണ് കരിയർ പ്ലാനിങ്ങിൽ. ദാറ്റ് ഈസ് എംപ്ലോയീസ് ഡെവലപ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യണം, എംപ്ലോയീസിൽ നിന്നും ഫീഡ്ബാക്ക് കളക്ട് ചെയ്യണം. അപ്പോൾ എംപ്ലോയീസുമായിട്ടൊരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്ത് ഫീഡ്ബാക്ക് കളക്ട് ചെയ്യാം. ഓക്കെ, അവരിൽ നിന്നും ഇൻഫർമേഷൻസ് കളക്ട് ചെയ്യുക. എംപ്ലോയീസിൻ്റെ ആസ്പിറേഷൻ എന്താണ്, അവരുടെ ഒബ്ജക്റ്റീവ്സ് എന്താണ്, അവരുടെ താല്പര്യങ്ങൾ എന്തൊക്കെയാണ്, ആ ഒരു പർട്ടിക്കുലർ ഓർഗനൈസേഷനിൽ നിന്ന് അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ കരിയറിൽ അവർ എക്സ്പെക്റ്റ് ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എംപ്ലോയീസിൽ നിന്നും ഗ്യാദർ ചെയ്യുക. അതായത് എംപ്ലോയീസിൻ്റെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ ഗോൾ എന്താണോ അത് ഓർഗനൈസേഷൻ മനസ്സിലാക്കി വയ്ക്കുക. ദെൻ അതുപോലെ ഓർഗനൈസേഷനൊരു ലക്ഷ്യം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ ഇൻഡിവിജ്വലിൻ്റെ ഓരോരുത്തരുടെ നീഡ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഓർഗനൈസേഷൻ ഓൾറെഡി ഒരു ലക്ഷ്യം ഉണ്ടായിരിക്കും. അത് രണ്ടും കൂടെ ഒന്നിച്ച് കൊണ്ടുപോകാൻ സാധിക്കണം. ദാറ്റ് ഈസ് ഇവിടെ ഓർഗനൈസേഷൻ ശ്രദ്ധിക്കേണ്ട കാര്യം ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും, അതായത് വർക്കേഴ്സിൻ്റെ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റും ഓർഗനൈസേഷൻ്റെ ഗോളും തമ്മിൽ മാച്ച് ആയിരിക്കണം. അത് കോൺഫ്ലിക്റ്റ് വരാൻ പാടില്ല. കോൺഫ്ലിക്റ്റ് വന്നു കഴിഞ്ഞാൽ എംപ്ലോയീസിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ജോബ് ചെയ്യാൻ സാധിക്കില്ല, ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യാൻ സാധിക്കില്ല. സോ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അതുപോലെ വർക്കേഴ്സിൻ്റെ ഇൻട്രസ്റ്റും കൂടെ മാച്ച് ചെയ്ത് ഒന്നിച്ച് കൊണ്ടുപോകാൻ ഓർഗനൈസേഷന് സാധിക്കണം. അതിനുവേണ്ടി ഓർഗനൈസേഷൻ്റെ ഗോൾസ് എന്താണോ അതിലേക്ക് സ്യൂട്ടബിളായിട്ടുള്ള എംപ്ലോയീസിനെ സെലക്ട് ചെയ്യുമ്പോൾ ആ സ്യൂട്ടബിലിറ്റി ഇല്ലാത്ത എംപ്ലോയീസിനെ അതിലേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രദ്ധിക്കുക. ഒരു ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണോ അതിലേക്ക് മാക്സിമം അവിടെയുള്ള എംപ്ലോയീസിനെ ഉപയോഗപ്പെടുത്താനായിട്ട് ഓർഗനൈസേഷൻ ശ്രദ്ധിക്കുക. ദാറ്റ് മീൻസ് അവർക്ക് അവരുടെ ഇൻഡിവിജ്വൽ ഗോള് ഓർഗനൈസേഷൻ്റെ ഗോളും തമ്മിൽ മാച്ച് ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ്, ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്താണോ അതിലേക്ക് ഒരുപാട് ജോബ് പെർഫോമൻസ് ആവശ്യമാണ്. അപ്പോൾ ആ ജോബെല്ലാം ചെയ്യാനായിട്ട് അവിടെയുള്ള ഒരുപാട് എംപ്ലോയീസ് ഉണ്ട്. ഓരോരുത്തരുടെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏറ്റവും ഒരു പർട്ടിക്കുലർ ജോബ് എടുത്താൽ അത് ഏറ്റവും സ്യൂട്ടായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു എംപ്ലോയി ഏതാണോ എന്നുള്ളത് അവർക്ക് ഇതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അങ്ങനെ ഓരോ ജോബിലേക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള റൈറ്റ് പേഴ്സണെ സെലക്ട് ചെയ്ത് മാറ്റിയെടുക്കാനായിട്ട് ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ്, മോട്ടിവേഷൻ പ്രോഗ്രാംസ്, കൗൺസിലിംഗ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൊടുത്തുകൊണ്ട് അവരെ ആ ഒരു കരിയറിലേക്ക് മാറ്റിക്കൊണ്ടുവരാൻ ഓർഗനൈസേഷന് സാധിക്കണം. അതായത് ക്ലാഷ് വരുമ്പോൾ ഓർഗനൈസേഷൻ വിട്ടുപോകും എംപ്ലോയീസ്. അപ്പോൾ എംപ്ലോയീസിന് കുറേ അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള ഗൈഡൻസും കരിയർ പ്രോഗ്രാമിങ്ങും ഒക്കെ അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഏത് ജോബ് എങ്ങനെ സെലക്ട് ചെയ്യണം, ആ ജോലി ചെയ്താൽ അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അങ്ങനെയുള്ള അവർ പേഴ്സണലായിട്ടുള്ള അവർക്ക് കിട്ടുന്ന ബെനിഫിറ്റും ഓർഗനൈസേഷൻ്റെ ബെനിഫിറ്റും എല്ലാം വെച്ച് അവർക്ക് നല്ല അവെയർനെസ് പ്രൊവൈഡ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കരിയർ അവർക്ക് സ്വയം ഏത് രീതിയിൽ ഡെവലപ്പ് ചെയ്യണം എന്നുള്ള ഒരു ഐഡിയ കിട്ടും. ഫോർമുലേറ്റിംഗ് ആൻഡ് ഇംപ്ലിമെൻറ്റിംഗ് സ്ട്രാറ്റജീസ്.
ഇവിടെ ചെയ്യുന്നത് എംപ്ലോയീസിനെ അവർക്ക് കോച്ചിങ് അതുപോലെ ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാംസ് എല്ലാം ആവശ്യമാണെന്ന് കണ്ടെത്തി കഴിഞ്ഞാൽ അങ്ങനെയുള്ള പ്രോഗ്രാംസ് അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. അതിന് വേണ്ട സ്ട്രാറ്റജീസ് ഫ്രെയിം ചെയ്യണം. എന്തൊക്കെ സ്ട്രാറ്റജി ഫോർമുലേറ്റ് ചെയ്യണം, ആ സ്ട്രാറ്റജീസ് എങ്ങനെയൊക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്യണം എന്നുള്ള ഒരു സ്റ്റേജാണ് ഇതിനകത്ത് വരുന്നത്. ഇവിടെ ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്, ഓർഗനൈസേഷൻ അതിൻ്റേതായിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഗോൾ അച്ചീവ് ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനകത്ത് സ്റ്റാഫിന് ഇൻഡിവിജ്വൽ സ്റ്റാഫ് മെമ്പേഴ്സിന് അവർക്ക് അവരുടെ നീഡ്സ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ വേണം. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഓർഗനൈസേഷന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഓർഗനൈസേഷന് അവരുടെ ഒബ്ജക്റ്റീവ് അച്ചീവ് ചെയ്യലും അതുപോലെ ഓരോ എംപ്ലോയീസിന് അവരുടെ പേഴ്സണലായിട്ടുള്ള കരിയർ ഡെവലപ്മെൻറ്റിനും ഓപ്പർച്യൂണിറ്റി ഓർഗനൈസേഷൻ ഒരുക്കി കൊടുക്കും. അതിൻ്റെ ഭാഗമായിട്ട് അവർ ഒരുപാട് സ്ട്രാറ്റജീസ് ഫോം ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. അതെങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ എംപ്ലോയീസിന് ട്രെയിനിങ് വർക്ക്ഷോപ്പുകൾ പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പലതരം വർക്ക്ഷോപ്പുകൾ പ്രൊവൈഡ് ചെയ്യുമ്പോൾ ഒരുപാട് കാര്യങ്ങളിൽ അവർക്ക് നോളജ് സ്കില്ലും എൻഹാൻസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ സ്പെഷ്യൽ അസൈൻമെൻറ്റ്സുകൾ എംപ്ലോയീസിന് അസൈൻ ചെയ്ത് കൊടുക്കാറുണ്ട്. ആ ഒരു പർട്ടിക്കുലർ അസൈൻമെൻറ്റ്സ് എംപ്ലോയീസ് ചെയ്യുവാണെങ്കിൽ അതിലും എംപ്ലോയീസിന് എന്ത് വരും, ഒരുപാട് ഡെവലപ്മെൻറ്റ് വരും. എങ്ങനെ വൃത്തിയായിട്ട് ജോബ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ അസൈൻമെൻറ്റ് വർക്ക് ചെയ്യുമ്പോൾ അതെങ്ങനെ നീറ്റായിട്ട് പ്രസൻറ്റ് ചെയ്യാം, അതിലൂടെയൊക്കെ അവർക്ക് അവരുടെ സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. അതുപോലെ എംപ്ലോയീസിന് ഗൈഡ് ചെയ്യാനായിട്ട് മെൻറ്റേഴ്സിനെ അപ്പോയിൻറ്റ് ചെയ്യാം. ഓക്കെ, കോച്ചിങ് കൊടുക്കാനായിട്ട് കോച്ചസിന് എന്ത് ചെയ്യാം, അസൈൻ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കോച്ചിങ് പ്രൊവൈഡ് ചെയ്ത് മെൻറ്ററിങ് സിസ്റ്റത്തിലൂടെ അസൈൻമെൻറ്റ്സ് വർക്ക് പ്രൊവൈഡ് ചെയ്ത് അതുപോലെ വർക്ക്ഷോപ്സുകൾ പ്രൊവൈഡ് ചെയ്ത് എംപ്ലോയീസിന് എന്ത് ചെയ്യാം, ആ ഒരു മാർഗ്ഗങ്ങൾ അവർക്ക് കാണിച്ചു കൊടുക്കാം. എങ്ങനെയാണ് കരിയർ ഡെവലപ്പ് ചെയ്യേണ്ടത്, ഏതൊക്കെ രീതിയിൽ എങ്ങനെയൊക്കെയാണ് അവരുടെ സ്കില്ലുകൾ പുറത്തെടുക്കേണ്ടത്, ഏതൊക്കെ രീതിയിൽ ഉപയോഗപ്പെടുത്താം എന്നുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് ഈ പ്രോഗ്രാമിലൂടെ സാധിക്കും. ഓക്കെ, ദെൻ ഈ ഏതൊക്കെ സ്ട്രാറ്റജീസാണ് ഇതിനു വേണ്ടി അവർ ഫോം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ഒരു ഇത് ഡെവലപ്പ് ചെയ്യാനായിട്ട് വേണ്ടതെന്ന് വെച്ചാൽ, ഗിവ് ഡിസ്ക്രിപ്ഷൻ ഓഫ് കരിയർ ഓപ്പർച്യൂണിറ്റീസ്. ആദ്യം കരിയർ ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള ഒരു ഡിസ്ക്രിപ്റ്റീവ് ആയിട്ടുള്ള ഒരു ഐഡിയ അവർക്ക് കൊടുക്കുക, എന്തെല്ലാം അവസരങ്ങൾ എന്നുള്ളതിനെ കുറിച്ച്. കണ്ടക്ട് ഇൻഫർമേഷണൽ ഇൻ്റർവ്യൂസ് ടു അക്വയർ ഇൻഫർമേഷൻ അക്വയർ ചെയ്യാനായിട്ട് ഇൻഫർമേഷണൽ ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യാവുന്നതാണ്. സ്പെൻഡ് എ ഡേ ഓൺ ദ ജോബ് വിത്ത് 2 പ്രൊഫഷണൽ ഇൻ ഡിഫറെൻറ്റ് കരിയേഴ്സിൽ നിന്നുള്ള പ്രൊഫഷണൽസിനെ വെച്ച് അവർക്ക് 2 പ്രൊഫഷൻസിനെ വെച്ചൊരു ഡേ അവർക്ക് ആ ജോബിൽ സ്പെൻഡ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം കൊടുക്കാം. അതുപോലെ സീക്ക് ഇൻഫർമേഷൻ ഫ്രം അക്കാദമിക് അഡ്വൈസേഴ്സ് ആൻഡ് കരിയർ കൗൺസിലേഴ്സ് അതുപോലെ അക്കാദമിക് അഡ്വൈസേഴ്സ് ഒക്കെ ഉണ്ടായിരിക്കും, ഉപദേശങ്ങളൊക്കെ കൊടുക്കുന്ന ആൾക്കാർക്ക്. അവരിൽ നിന്ന് ഇൻഫർമേഷൻ ഗ്യാദർ ചെയ്യാനുള്ള അല്ലെങ്കിൽ അന്വേഷിച്ച് ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ക്ലാരിഫൈ ചെയ്യാനും പുതിയ കാര്യങ്ങൾ അന്വേഷിക്കാനും ഒക്കെ ഉള്ള ഒരു അവസരം അവർക്ക് പ്രൊവൈഡ് ചെയ്യാം. ഇൻവൈറ്റ് പ്രൊഫസേഴ്സ് ടു ആൻ എംപ്ലോയി ഗ്രൂപ്പ് മീറ്റിംഗ് ഡിസ്കസ് അക്കാദമിക് ഫീൽഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു ഗ്രൂപ്പ് മീറ്റിംഗ് എംപ്ലോയീസുമായിട്ട് എന്ത് ചെയ്യാം, വയ്ക്കാം. അതിലൊരു എക്സ്പേർട്ടായിട്ടുള്ളൊരു പേഴ്സണെ കൊണ്ടുവന്ന് അവർക്ക് മീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഗ്രൂപ്പ് മീറ്റിങ്ങിലൂടെ പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഓർഗനൈസ് കോഴ്സ് ഓർ വർക്ക്ഷോപ്പ് ഇൻ ഏരിയാസ് വേർ സ്കിൽ വിൽ ബി ഗെയിൻഡ്. അതായത് ചില ഏരിയാസിൽ ലൈക്ക് കമ്മ്യൂണിക്കേഷൻ, അതുപോലെ കമ്പ്യൂട്ടർ നോളജ്, IT റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോറിൻ ലാംഗ്വേജസ്, പുതിയ കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുക. ഇതിനെക്കുറിച്ചൊക്കെ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതേക്കുറിച്ചൊക്കെ ഐഡിയ കൊടുക്കാനായിട്ട് വർക്ക്ഷോപ്സുകൾ ക്രിയേറ്റ് ചെയ്യാം. വർക്ക്ഷോപ്പിലൂടെ അവർക്ക് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുകയും അതിലൂടെ പ്രാക്ടിക്കലായിട്ട് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുകയും ട്രെയിൻ ചെയ്യിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെയുള്ള വർക്ക്ഷോപ്സുകൾ അവർക്ക് പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ചേഞ്ചിങ് എംപ്ലോയീസ് നീഡ് ആൻഡ് ആസ്പിറേഷൻസ് ആസ് ടു മേക്ക് ഇറ്റ് റിയലിസ്റ്റിക്. അതായത് എംപ്ലോയീസിനെ എന്ത് ചെയ്യുക, ചേഞ്ച് ചെയ്യുക, അവരുടെ നീഡ് ആസ്പിറേഷൻസ് റിയലിസ്റ്റിക് ആയിട്ട് കൊണ്ടുവരാൻ. ഒരുപാട് ആഗ്രഹങ്ങളും ഒരുപാട് ഡ്രീംസുകൾ അവരുടെ മൈൻഡിലുണ്ടായിരിക്കും. അപ്പോൾ അതിലേക്ക് എത്തിപ്പെടാനുള്ള വേസ് ആൻഡ് മീൻസ് ആണ് ഓർഗനൈസേഷൻ കാണിച്ചു കൊടുക്കേണ്ടത്. അത് ഏത് രീതിയിൽ അവർക്ക് കരിയർ പ്ലാൻ ചെയ്ത് അച്ചീവ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു വേസ് ആൻഡ് മീൻസ് ഓർഗനൈസേഷൻ കാണിച്ചു കൊടുക്കുക. അപ്പോൾ കാണിച്ചു കൊടുക്കുമ്പോൾ അതിനകത്ത് എന്തെല്ലാം അവസരങ്ങളുണ്ടായിരിക്കും, അതെങ്ങനെ ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റും, റിയലായിട്ട് ആ ഒരു കാര്യം ചെയ്യാനായിട്ട് എംപ്ലോയീസിനെ എൻകറേജ് ചെയ്യാനും ഓർഗനൈസേഷന് സാധിക്കും. അപ്പോൾ ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഫോർമുലേറ്റ് ചെയ്ത് ഇംപ്ലിമെൻറ്റ് ചെയ്താൽ മതിയാവും.
നെക്സ്റ്റ് പറയുന്നത് മെഷറിംഗ് ആൻഡ് മോണിറ്ററിംഗ് പ്രോഗ്രസ് ആൻഡ് സക്സസ്. ലാസ്റ്റ് സ്റ്റെപ്പ് പറയുന്നത് എന്താണ്? കരിയർ പ്ലാനിങ് പ്രോസസ്സിൽ മെഷർ ചെയ്യുക, മോണിറ്റർ ചെയ്യുക പ്രോഗ്രസ് ആൻഡ് സക്സസ്. എംപ്ലോയീസിന് നമ്മൾ സെൽഫായിട്ട് ഓരോ എംപ്ലോയീസിനും നമ്മൾ അസസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്തു. അവരുടെ ഇൻട്രസ്റ്റും ആപ്റ്റിറ്റ്യൂഡും പേഴ്സണാലിറ്റിയും കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യുക? അസസ് ചെയ്തു. അതിനനുസരിച്ച് കരിയർ പ്ലാൻ ചെയ്യാനുള്ള അവസരം, ഓപ്പർച്യൂണിറ്റീസും കാര്യങ്ങളും എന്തൊക്കെയാണ്, അല്ലെങ്കിൽ ഓർഗനൈസേഷൻ നീഡും ഇൻഡിവിജ്വലിൻ്റെ നീഡും നമ്മൾ മാച്ച് ചെയ്യിപ്പിക്കും. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞു. അതിന് വേണ്ട സ്ട്രാറ്റജീസ് ഏതൊക്കെ തരത്തിൽ ഫ്രെയിം ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കി കഴിഞ്ഞു. ലാസ്റ്റ് പറയുന്നതാണ് കണ്ടക്ട് റിവ്യൂ ഓഫ് കരിയർ പ്ലാൻസ് ഇൻ ഓപ്പറേഷൻ. ഓർഗനൈസേഷൻ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു കരിയർ പ്ലാൻ റിവ്യൂ ചെയ്യാം. ഈ റിവ്യൂയിലൂടെ യൂസ്ഫുൾ ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർക്ക് അറിയാനായിട്ട് സാധിക്കും. ദാറ്റ് ഈസ് വെദർ ഹ്യൂമൻ റിസോഴ്സസ് ഓഫ് ഓർഗനൈസേഷൻ ഹാവ് ബീൻ യൂട്ടിലൈസ്ഡ് ഇൻ ആൻ എഫക്റ്റീവ് മാനർ സാറ്റിസ്ഫൈയിങ് ഇൻഡിവിജ്വൽസ് ആൻഡ് കോർപ്പറേറ്റ് ഗോൾസ്. അതായത് ഓർഗനൈസേഷൻ അവൈലബിൾ ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സസിനെ ബെസ്റ്റായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മാക്സിമം യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അവരിലൂടെ റിസൾട്ട് കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ടോ എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽസിന് സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നുണ്ടോ, അവർ ജോലിയിൽ നിന്ന് അവർ താല്പര്യത്തോടു കൂടി തന്നെയാണോ ജോലി ചെയ്യുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഇതിലൂടെ ഓർഗനൈസേഷൻ്റെ അല്ലെങ്കിൽ ആ പർട്ടിക്കുലർ കമ്പനിയുടെ ഗോൾ അച്ചീവ് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ, ഇതൊക്കെ റിവ്യൂ ചെയ്യുമ്പോൾ നമുക്ക് ക്ലിയറായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കണ്ടിന്യൂസ് ആയിട്ട് റിവ്യൂ ചെയ്യുമ്പോഴാണ്, മോണിറ്റർ ചെയ്യുമ്പോഴാണ് നമുക്ക് അതിനകത്ത് വരുന്ന ആ ഒരു ഇവാലുവേഷനിലൂടെ അതിൻ്റെ സക്സസ് ആണോ അല്ലയോ എന്നുള്ളതും, മാറ്റങ്ങൾ വരുത്തണോ വേണ്ടയോ എന്നുള്ളതും ഒക്കെ അറിയാനായിട്ട്, എത്രത്തോളം പ്രോഗ്രസ് ഉണ്ട് എന്നൊക്കെ അറിയാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, റിവ്യൂ ഓഫ് കോർപ്പറേറ്റ് പ്ലാൻ ഓൾസോ ഇൻഡിക്കേറ്റ് നെസസിറ്റി ഓഫ് വാരിയസ് ചേഞ്ചസ് ടു ബി ബോട്ട് എബൌട്ട് ദ കരിയർ എന്ന് പറഞ്ഞു. അതായത് കരിയർ പ്ലാനിൽ വേണ്ട ചേഞ്ചസ് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ റിവ്യൂ ചെയ്യണം. ഓക്കെ, സാഹചര്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾ വരുത്തേണ്ടി വരും. അപ്പോൾ ഫ്രീക്വൻ്റ് ആയിട്ട് റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുക. ടു മേക്ക് ദി റിവ്യൂ മോർ എഫക്റ്റീവ് ആൻഡ് മീനിങ് ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് ക്യാൻ ബി അറേഞ്ച്ഡ് ഇൻ വിച്ച് ന്യൂ ഐഡിയാസ് ദാറ്റ് ക്യാൻ ബി ഇൻക്ലൂഡഡ് ഇൻ കരിയർ പ്ലാൻ മൈ കം അപ്പ്. അതായത് എന്ത് ചെയ്യണം, ചില പ്രോഗ്രാംസുകൾ കൊണ്ട് റിവ്യൂവിൻ്റെ ഭാഗമായിട്ട് പല പ്രോഗ്രാംസുകളും അല്ലെങ്കിൽ പല ടെക്നിക്കുകളും യൂസ് ചെയ്യാം. ബ്രെയിൻ സ്റ്റോമിംഗ് സെഷൻസ് എല്ലാം വയ്ക്കാം. അപ്പോൾ ഇതിലൂടെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇവാലുവേറ്റ് ചെയ്യാനും സാധിക്കും. ദെൻ വേറൊരു യൂസ്ഫുൾ ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ജഡ്ജ് ദി എഫക്റ്റീവ്നെസ് ഓഫ് കരിയർ പ്ലാൻ ബൈ കണ്ടക്ടിങ് സർവേ കണ്ടക്ട് ചെയ്തുകൊണ്ട്, അതായത് ഇൻഫർമേഷൻസ് കളക്ട് ചെയ്തുകൊണ്ട് ആ ഇൻഫർമേഷൻ ഇവാലുവേറ്റ് ചെയ്തുകൊണ്ട് സർവേ ചെയ്തുകൊണ്ട് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും, എഫക്റ്റീവായിട്ടുള്ളൊരു കരിയർ പ്ലാൻ ജഡ്ജ് ചെയ്യാനായിട്ട് സാധിക്കും. വളരെ നല്ല രീതിയിൽ ജഡ്ജ് ചെയ്യാൻ സാധിക്കും. അതുപോലെ this stage involves the creation of process to measure and monitor the success of the development of the plan at both the individual and organization level. അതുപോലെ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ള സ്ട്രാറ്റജീസ് പ്രകാരം ഈ ഒരു പർട്ടിക്കുലർ എന്താ പറയുക പ്രോഗ്രാം, അതായത് കരിയർ പ്ലാനിങ് നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. ആ ഇംപ്ലിമെൻറ്റ് ചെയ്ത കാര്യങ്ങൾ ഇൻഡിവിജ്വൽസിനും അതുപോലെ ഇൻഡിവിജ്വൽസിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലും ഓർഗനൈസേഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂയിലും ശരിയായിട്ടുണ്ടോ, സക്സസ് ആയിട്ടുണ്ടോ എന്നറിയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ആ സക്സസ് ആയിട്ടുണ്ടോ എന്നുള്ളത് മെഷർ ചെയ്യാനും അത് മോണിറ്റർ ചെയ്ത് മനസ്സിലാക്കാനും എത്രത്തോളം സക്സസ് ആയിട്ടുണ്ട് ഈ പ്രോഗ്രാം, ഈ പ്ലാൻ എന്നുള്ളത് ഇൻഡിവിജ്വൽസിൻ്റെ ഓർഗനൈസേഷൻ്റെ ലെവൽസിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും. ആൻഡ് ഫോളോ അപ്പ് ദ മെഷർമെൻറ്റ് എൻഷുർ ദ ഇൻഡിവിജ്വൽ റിസീവ് പീരിയോഡിക് ഫീഡ്ബാക്ക് ഓൺ ദെയർ പ്രോഗ്രസ്. അവരുടെ പ്രോഗ്രസ്സിനനുസരിച്ചിട്ട് ഫീഡ്ബാക്ക് ഫ്രീക്വൻ്റായിട്ട് കളക്ട് ചെയ്യുന്നത് വളരെ ഉപകാരപ്രദമായിരിക്കും. അതായത് ഈ ഫോളോ അപ്പ് ചെയ്യുകയാണെങ്കിൽ, ഈ ഒരു റിവ്യൂ ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഇവാലുവേഷൻ പ്രോസസ്സ് ഫോളോ അപ്പ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഫ്രീക്വൻ്റായിട്ട് വരുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കും. അത് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇറ്റ് എൻഷുർ ദി അക്കൗണ്ടബിലിറ്റി ആൻഡ് മോട്ടിവേറ്റ് സ്റ്റാഫ് ടു അച്ചീവ് ദ അഗ്രീഡ് ലെവൽ ഓഫ് സ്കിൽ ആൻഡ് പെർഫോമൻസ്. അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ, അതായത് മാറ്റങ്ങൾ ഇംപ്ലിമെൻറ്റ് ചെയ്തുകൊണ്ടേയിരിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്, എംപ്ലോയീസിന്, സ്റ്റാഫിന് ഒരു മോട്ടിവേഷൻ കിട്ടുവാണ്. അതുപോലെ അവരുടെ മാക്സിമം സ്കില്ലുകൾ ഡെവലപ്പ് ചെയ്തെടുക്കാനും അവർക്ക് വളരെ എഫക്റ്റീവായിട്ട് എഫിഷ്യൻ്റായിട്ട് ജോബിൽ പെർഫോം ചെയ്യാനും അവരുടെ ഉത്തരവാദിത്തം കൂട്ടാനും ഒക്കെ സാധിക്കും. ഓക്കെ,
അപ്പോൾ ഇങ്ങനെയുള്ള ഒരുപാട് ബെനിഫിറ്റ്സ് കരിയർ പ്ലാനിങ് പ്രോസസ്സിലൂടെ സാധ്യമാണ്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത ഒരു ഇൻഡിവിജ്വലിൻ്റെ കരിയർ പ്ലാനിങ് ആണെങ്കിൽ ഇവിടെ ഓർഗനൈസേഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിൽ എങ്ങനെയാണ് കരിയർ പ്ലാനിങ് എന്നുള്ളതാണ്. ഓക്കെ, കരിയർ പ്ലാനിങ് എപ്പോഴും ഒരു ഓർഗനൈസേഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലായാലും ഇൻഡിവിജ്വലിൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂ ആയാലും എംപ്ലോയീസിനെ എയിം ചെയ്തിട്ടുണ്ട്. എംപ്ലോയീസിന് കരിയർ ഡെവലപ്പ് ചെയ്തെടുക്കുക. അത് ഓർഗനൈസേഷൻ്റെ പോയിൻ്റ് ഓഫ് വ്യൂവിലാണെങ്കിൽ ഓർഗനൈസേഷൻ്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് അത് ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഒരു ഓർഗനൈസേഷനിലുള്ള എംപ്ലോയീസ് ആ എംപ്ലോയീസിൻ്റെ കരിയർ ഡെവലപ്പ് ചെയ്തെടുത്ത് അല്ലെങ്കിൽ കരിയർ പ്ലാനിങ് പ്രോസസ്സിൽ ഓർഗനൈസേഷന് മേജർ റോളുണ്ട്. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. അതിനുള്ള ഒരുപാട് അവസരങ്ങൾ എംപ്ലോയീസിലേക്ക് എത്തിച്ചു കൊടുക്കാനൊക്കെ ഓർഗനൈസേഷൻ ശ്രദ്ധിക്കുകയാണെങ്കിൽ എംപ്ലോയീസിന് അവരുടെ കരിയർ ഡെവലപ്പ് ചെയ്യുന്നതോടൊപ്പം തന്നെ ഒരു ഓർഗനൈസേഷൻ അതിൻ്റെ ഗോൾ വളരെ എഫക്റ്റീവായിട്ട് അച്ചീവ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ? താങ്ക് യു.